നമ്മളെവിടെ പോവാണ്? പറയുന്നേ എവിടെ പോണത്? ഞങ്ങൾ വെറുതെ കറങ്ങാൻ പോകും. നമ്മള് ഹബീബക്കയുടെ കല്യാണത്തിന് പോവാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹബീബക്കയുടെ കല്യാണത്തിനാണ് പോകാൻ പോകുന്നത്. ഞായറാഴ്ച കല്യാണം, അതും പാലക്കാട് വെച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്റ്റേയും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ അടുത്ത് തന്നെ സലീം സാറിന് വീട്ടിലാണ് സെറ്റാക്കിയേക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പയ്യെ കാണാം. ട്രെയിനിന് പോകാമെന്ന് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനമൊക്കെ മാറ്റി പാലക്കാട് നിന്ന് ആൾക്കാരുടെ ബസ്സിലാക്കി യാത്ര. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അവിടെ നല്ല പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. 1 മണിക്ക് ബസ് വരുമെന്ന് പറഞ്ഞിട്ട് വന്നത് 4 മണിക്കായിരുന്നു. ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് തുടങ്ങിയ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ പാർട്സൊക്കെ മിസ്സിങ് ആണ്. കുറേ നേരം ബസ് കാത്തുനിന്ന് പെട്ടെന്ന് ബസ് വന്ന സന്തോഷത്തിൽ ഓടി അങ്ങോട്ട് കയറി. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ബസ്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ട്രെയിനിന് പോകാമെന്നുണ്ടായ റിഗ്രറ്റൊക്കെ അങ്ങോട്ട് മാറി. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ആൾക്കാർ ഭയങ്കര കുറച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ പാട്ടിടും, നമ്മൾ തന്നെ തുള്ളും. ഫുൾ അടിപൊളിയായിരുന്നു. അങ്ങനെ തുള്ളലൊക്കെ കഴിഞ്ഞ് ക്ഷീണമായപ്പോൾ നമ്മളൊരു സിനിമ അങ്ങോട്ടിട്ട്. സിനിമ ഇട്ടതേ ഓർമ്മയുള്ളൂ, എല്ലാവരും അങ്ങോട്ട് സൈഡായി. അങ്ങനെ കുറച്ചു നേരം സിനിമയൊക്കെ കണ്ടിരുന്നപ്പോഴേക്കും അവർ പറഞ്ഞ് നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായിരുന്നു. പിന്നെ അതിൽ ഊരിയിട്ടിരുന്ന ചെരുപ്പൊക്കെ കണ്ടുപിടിച്ചപ്പോഴേക്കും നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ സലീം സാറുണ്ടായി. അതേപോലെ തന്നെ നമുക്ക് പോകാനുള്ള ഓട്ടോകളും ഉണ്ടായി. നമ്മളങ്ങനെ നമ്മുടെ സ്റ്റേയുടെ അവിടെ എത്തി. എല്ലാവരും കാണുന്നുണ്ടോ? അതെ, ആരെയും കാണില്ല. നമ്മൾ നമ്മുടെ സ്റ്റേയിൽ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം എങ്ങനെയാണ് നമ്മൾ പോവാന്ന്. നമ്മുടെ ഗൈഡായിട്ട് സലീം സാറുണ്ട്. അപ്പം നമ്മൾ ഗേൾസ് എല്ലാവരും ഇന്നത് ഈ വീട്ടിലാണ് നിൽക്കുന്നത്. ഇത് സലീം സാറിൻ്റെ വീടാണ്. ചെന്ന് കയറി ഒരു 10 മിനിറ്റ് സാർ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരായിരുന്നു. ഏതൊക്കെ ബെഡ്റൂം ഉണ്ട്, ലൈബ്രറി ഉണ്ട്, ഏതൊക്കെ പൈപ്പ് തുറന്നാൽ വെള്ളം വരും, ഏതൊക്കെ ബാത്റൂമാണ് നല്ലത്, അങ്ങനെ നമുക്ക് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. സാറിൻ്റെ ലൈബ്രറി. പിന്നെ എന്റെ പ്രഷർ പമ്പ് ചീത്തയാണ്, അതുകൊണ്ട് ബക്കറ്റ് മകളുടെ ഹരിത ചേച്ചി ഷോക്കടിച്ച പോലുണ്ട്. സാറിനെ കൂടാണ്ട് പിന്നെ അവിടെ ഉണ്ടായത് സാറിൻ്റെ വാപ്പയായിരുന്നു. അവിടുത്തെ ഡൈനിങ് ടേബിളാണെങ്കിൽ കുറേ സാധനങ്ങൾ, ചിപ്സ്, അച്ചാർ, ഉപ്പിലിട്ടത്, അങ്ങനെ സാറിൻ്റെ വാപ്പ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു തന്നു. ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ കോഴിക്കോട് ഇതിന്റെ പേര് പറയാം, പേരറിയില്ല, വേറെന്തോന്നാണ്. ചുക്കപ്പം ഇതുവരെ കേട്ടി. ചോറിന് കൂട്ടി കഴിക്കാറുണ്ട്, നല്ല രസമാണ്. ഇത് നാടൻ തോള്, നാടൻ ചുട്ട അരച്ച മുളക് ചമ്മന്തി, നല്ല ടേസ്റ്റ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കുന്നത്. കപ്പയ്ക്ക് കൂട്ടി ചോറിന് കൂട്ടി. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഞാൻ വലിയ പരിപാടിയൊന്നും ഇല്ലാന്നുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി ആ വീടൊക്കെ ഒന്ന് കണ്ട്. സൂപ്പറായിട്ടുണ്ട്, നല്ല വിൻറ്റേജ് ലുക്കായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാക്കി ചേട്ടന്മാരും സാറുമാരും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഹരിത എന്ത് ചെയ്യാൻ പോവാണ്? പറ. ചോറിനാൻ പോവാണ്. എങ്ങനെ അമ്മ എന്തേലും തരണേ? അങ്ങനെയല്ലേ? നമ്മുടെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ പിന്നെ ഒരു റിവ്യൂ വെക്കണ്ടേ? ചേട്ടന്റെ പ്ലേറ്റ് വെക്കൂ. അതെ, കണ്ട് പഠിക്കൂ ഗയ്സ്. എന്താണ് ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം? ഓരോന്നെടുത്ത് ടേസ്റ്റ് ചെയ്യും. അതെ, ഇത്ര നല്ല ഫുഡ് എവിടെ കിട്ടും? ചിക്കനും കൊള്ളാം, ചോറും കൊള്ളാം. എന്നിട്ടൊന്നും തിന്നിട്ടില്ലല്ലോ. കഴിക്കാൻ പോണേ ഉള്ളൂ. അപ്പോഴേക്ക് കൊള്ളാത്. അതെ, കഴിക്കേ. ഫുൾ വിശ്വാസമാണ് എനിക്ക് ഫുഡിനോട്. ഞാൻ നമ്മുടെ ചിക്കൻ ഈസ് ഇതാണ് അൻസൽ. ഇതാണ് ജോയൽ.
ആ ടീഷർട്ട് ഉള്ളല്ലോ ബാക്കിൽ അത്ര രസമുള്ളൂ. എന്നെ നശിപ്പിക്കും. ഇന്ന് നമ്മളെ തന്നെ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻസ് ഒന്നും നടന്നില്ല. അതൊക്കെ നമ്മൾ നാളത്തൊക്കെ മാറ്റി വെച്ചൊക്കെയാണ്. നമുക്ക് നാളെ രാവിലെ എണീറ്റ് കുറേ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് വേണം കല്യാണത്തിന് പോകാൻ. രാവിലെ എണീറ്റ് നമ്മൾ കറങ്ങാൻ പോയതും അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണത്തിന് പോയ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം വരാവേ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.